ഹായ് ഫ്രണ്ട്സ്, ഹെലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒർലാൻഡോയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഡിസ്നി വേൾഡിലേക്കാണ്. അവിടുത്തെ സരട്ടോഗ എന്ന് പറഞ്ഞ വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ടാക്സിയൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തത് വെർജിൻ അറ്റ്ലാന്റിക് വഴി തന്നെയാണ്. അവർ ഒരു പാക്കേജ് പോലെയാണ് ഞങ്ങൾക്കിത് അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ഈ നിൽക്കുന്നതില്ലേ, ഇത് സരട്ടോഗ വില്ലയുടെ റിസപ്ഷനാണ്. സരട്ടോഗ വില്ലയിൽ 1 ബെഡ്റൂമിൻ്റെയും 2 ബെഡ്റൂമിൻ്റെയും വില്ലാസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് വില്ലാസും ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലമുണ്ട് അത് ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മൾ ഓൺലൈനിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് പാസ്പോർട്ടൊക്കെ ഒന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് നമ്മുടെ ലഗേജ് എല്ലാം അവർ കൊണ്ടുതരേണ്ടതാണ്. പക്ഷേങ്കിൽ ഒരു 7 മിനിറ്റ് വോക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ വില്ലയിലേക്ക്. പിന്നെ അവർ കൊണ്ടു തരുവാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കണ്ടിട്ട് പോകാമല്ലോ എന്ന്. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇവർ പറയുന്നത് നമുക്ക് അത്രയോട് മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ സ്ലാങ് ഭയങ്കര ഡിഫറെൻ്റാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്ക് കത്തൂല ഇവരെന്താ ഈ പറയുന്നതെന്ന്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണെന്ന്. ഓരോ ഭാഗത്തും ഓരോ വില്ലയാണ്. ഇപ്പോൾ ഈ വില്ലയിലേക്ക്, അതായത് ഈ സരട്ടോഗ എന്ന് പറയുന്ന ഇതിനകത്ത് തന്നെ ഇത് ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഇതിനകത്ത് ഒരുപാട് വില്ലയും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വരാനായിട്ടൊരു ബസ് തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോട്ടലുകൾ, ഓരോ ഹോട്ടലുകളും ഓരോന്നാണ്. ഒരു 5-8 ടൈപ്പും ഉണ്ട് ഹോട്ടൽസൊക്കെ. അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, പല ഹോട്ടലുകളും ഉണ്ട്. ഹോട്ടലിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് ഞങ്ങൾ വില്ല നോക്കിയത്. ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വില്ലേൻ്റെയൊക്കെ വീഡിയോസ് നോക്കിയായിരുന്നു. അപ്പോൾ വില്ലയാണ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തോന്നിയത്. ഹോട്ടൽ റൂം ഒട്ടും തന്നെ സ്പേഷ്യസ് ആയിരുന്നില്ല. അപ്പോൾ ഹെലിനെ കൂടെ താമസിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൾക്കൊന്നും ഇറങ്ങി നടക്കാനോ കളിക്കാനോ ഒന്നും സ്പേസ് ഉണ്ടാവില്ല, കാരണം 6-7 ദിവസം ഇവിടെ നിൽക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലെത്തിയത്. ഈ വില്ല തന്നെ, കുറേ വേറെ വില്ലകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ വില്ലയാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നിയത്. പിന്നെ ഈ വില്ലയിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഒരുപാട് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഒരു പൂളാണ്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പൂളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വന്ന റിസപ്ഷനില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പൂളുണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ വേറെ പൂളുകൾ ഈ സരട്ടോഗയിൽ തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ ഇങ്ങനെ മാജിക് ടിക്കറ്റ് എടുക്കാണ്ട് ഈ വില്ലയിൽ മാത്രം വന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവിടെ വന്ന് ഈ പൂളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് തന്നെ നടക്കാൻ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആണ്. നമുക്ക് ഇതിൻ്റെ ഹോട്ടലിലേക്ക് വേണമെങ്കിലും ആ ട്രാൻസ്പോർട്ടിൽ കയറി അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് വരാം. അതിനൊന്നും വേറെ ഫീസൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ മാജിക് ടിക്കറ്റ് ഇല്ലാണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ലഗേജൊക്കെ കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്ത് എത്തണില്ല. ഇത് നടക്കും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ആകെ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ഇവിടെ ലെഫ്റ്റിലേക്ക് പോകേണ്ടതിന് അങ്ങോട്ട് റൈറ്റിലേക്കാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കുറേ ദൂരം നടന്നതിന് ശേഷം പിന്നെ അവിടെ ഒരു പുള്ളിക്കാരത്തിയോട് ചോദിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ടേക്ക് നടന്നത് കേട്ടോ. നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടിളക്കി. 7 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് അങ്ങോട്ട് എടുത്തു. അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അത് കൊണ്ടുതരേണ്ട സമയമായേ. ഒന്നാമത്തേത് നമ്മൾ ഇത്രയും ട്രാവലിങ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൂം എത്തി ഒന്ന് കുളിച്ചൊന്ന് റിലാക്സ് ചെയ്യാനാണ് ആഗ്രഹം. പക്ഷെ ഇതെന്തേതാ നടന്നു തീരണില്ല. എന്നിട്ട് ഞങ്ങളൊക്കെ കൺഫ്യൂഷനായി. ഈ റൂമിൻ്റെ വില്ലയുടെ മാത്രം നമ്പർ ഇങ്ങ് എഴുതി വെച്ചിട്ടില്ല, അവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കീപ്പ് ഗോയിങ് തന്നെ ചെയ്ത് നോക്കാൻ കാണുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് ഇപ്പോഴത്തേനും അതങ്ങ് തീർന്നു പോയി. പിന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നൊരു ഈ ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചത്. അങ്ങനെ ചോദിച്ച് അവസാനം ഇതേ രാത്രി എന്ന് തോന്നുന്നു ഞങ്ങളിത് റൂം എത്താറായി കേട്ടോ. ഏകദേശം അതിൻ്റെ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ ചേട്ടായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേണം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനും ഗ്രോസറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും. ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിലൊരു സാധനമില്ല തിന്നാനായിട്ട്. അപ്പോൾ വൈകുന്നേരം നന്നായിട്ട് വിശക്കണമുണ്ട് ഈ നടന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി ഷോപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ ഓർഡർ ചെയ്യുന്നതെന്ന്. കാരണം എല്ലാ ഡെലിവറിയൊന്നും നമ്മൾ UK ചെയ്യുന്ന ഡെലിവറിയൊന്നും ഫുഡ് ഡെലിവറി ഒന്നും ഇവിടേക്ക് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിനി ഫുഡ് ഡെലിവറിക്ക് ഏതാ സൈറ്റ് അതൊക്കെ ചെക്ക് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏകദേശം 10 മണി എങ്ങാണ്ടായി. അപ്പം ഞങ്ങളുടെ റൂമാണെങ്കിൽ 4th ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ലിഫ്റ്റുണ്ട്. അപ്പോൾ ലിഫ്റ്റിലാണ് പോകുന്നത്.
പിന്നെ നമ്മളവിടെ റിസപ്ഷനിൽ ചോദിച്ചിരുന്നു ഏത് സൈറ്റ് വഴിയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതെന്നൊക്കെ, പിന്നെ ഗ്രോസറി ഐറ്റംസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ. ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. പിന്നെ അതൊക്കെ തേടി പിടിച്ച് പോകണമെന്നേ ഉള്ളൂ. കാരണം വൈകിയതുകൊണ്ട് എനിക്കിനി പോകാൻ പറ്റില്ല. എനിക്ക് ഹെലുവിൻ്റെ ഫുഡ് കൊടുക്കണം, അവൾക്ക് മെഡിക്കേഷനും എല്ലാം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ചേട്ടായി തന്നെയാണ് ഇനി അതിനൊക്കെ നോക്കണ്ടേ. അപ്പം നമുക്ക് ഡോർഡാഷ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോർഡാഷിലൊക്കെ ചെക്ക് ചെയ്തു. പക്ഷേ അപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും ചേട്ടായി അതിൻ്റെ റിസപ്ഷനിലൊക്കെ പോയി പ്രോപ്പർ അഡ്രസ്സൊക്കെ കിട്ടി തിരിച്ചു വന്നപ്പോഴത്തേനും സമയം കുറേ ആയിരുന്നു. അപ്പോൾ പിന്നെ പുള്ളി അവിടെ തന്നെ ഗ്രോസറി ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നേ. 9835. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വെൽക്കം ചക്കാലിക്ക് ലഗസ്റ്റി പാർട്ടി. മറ്റേ അവിടെ നമ്മുടെ കിച്ചൺ, റൂം. നമുക്കിങ്ങനെ കയറാം. ചേട്ടാ ഇവിടെ ഉണ്ട്, ലൈറ്റ്. ഓക്കെ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ആദ്യം നമുക്ക് ഹോള് കാണാം. കയറി വരുമ്പോൾ തന്നെ അതെ ഇങ്ങനൊരു ഓപ്പൺ ലോഞ്ചാണ് ഇവിടെ ഉള്ളത്. ഓപ്പൺ കിച്ചൺ. നമ്മുടെ കിച്ചണാണിത്. കിച്ചണിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രിഡ്ജ്, ഫ്രീസർ, പിന്നെ മൈക്രോവേവ് ഓവൻ, ഇതേ നമ്മുടെ കുക്കർ, ടോസ്റ്റർ, പിന്നെ ഇതേ കോഫി മെഷീൻ, ഡിഷ് വാഷർ, അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേ ഡിഷ് വാഷറിൽ വെച്ചേക്കുവാണ് ഈ പ്ലേറ്റൊക്കെ കഴുകാനായിട്ട്. കപ്സ് ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് കുക്കിങ്ങിനൊക്കെ വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഗ്ലാസ് ഉണ്ട്. ഇവിടെയും ഗ്ലാസും ബൗളും ഉണ്ട്. താഴെ എക്സ്ട്രാ ടിഷ്യൂ, പിന്നെ സോസ് പാൻ, പിന്നെ ഇതേ ഡൈനിങ് ടേബിളും ചെയറും സെറ്റ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഇവിടെ. പിന്നെ ഇതൊരു സോഫ ബെഡാണ്. ഇപ്പോൾ എക്സ്ട്രാ ആളുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇത് രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബെഡാക്കി 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു ബെഡാണിത്. പിന്നെ ഈ കാണുന്നത് ബേബി കോട്ടാണ്. ഇതും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെഡാണിത്. ഇതിങ്ങനെ തുറന്നാൽ മതി കേട്ടോ. ഈ ബെഡ് ഹെലി അവിടെ ഇരിക്കുന്നുണ്ട്, അതാണ് നമുക്ക് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റില്ല. ഈവൻ ഈ കോഫി ടേബിൾ പോലും നമുക്ക് പൊക്കാം, അതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്റ്റാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഫ എന്ന് തന്നെ പറയാം. പിന്നെ ഇത് ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഈ ബാൽക്കണിയിൽ ഇരിക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ പോലെയുണ്ട്. കാണാൻ പറ്റുന്നില്ല അപ്പോൾ കാണാൻ പറ്റുന്നില്ല ഫോണിൽ. പിന്നെ നമുക്ക് ഈ ലോഞ്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെയായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി സ്പേസിൽ അതായത് വാഷിംഗ് മെഷീൻ, ഡ്രയർ, പിന്നെ നമുക്ക് അവർ ലോണ്ട്രി ലിക്വിഡ് എല്ലാം നമുക്കവർ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള ലിക്വിഡ് വാഷിങ്ങിന് തരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്, പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അവർ തരുന്നുണ്ടായിരുന്നു. തീർന്നു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ മതി, അവർ ടോപ്പപ്പ് ചെയ്ത് തരും എന്ത് സാധനം വേണേലും. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇത് ഉപയോഗിച്ചിരുന്നത് എൻ്റെ 2 ആമക്കളാണ്. അത് നല്ല വൃത്തിയായിട്ടാണ് റൂം ഇട്ടേക്കുന്നത്. ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ പുറത്തേക്ക് വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ TV ഉണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാത്റൂമാണ്. കുറേ ഡോറുണ്ട് ഇതിനകത്ത്. ഇതിനകത്തൊരു ബാത്ത് ടബുണ്ട്. വാഷ് ബേസിൻ. പിന്നെ ഇതും അടച്ചിട്ടേക്കുമായിരുന്നു. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അയണിങ് ടേബിളും അയണിങ് മെഷീനും അയണിങ് ടേബിളും അയണും ഇവിടെയുണ്ട്. പിന്നെ അപ്പോൾ അതേ ഇവിടെ ഒരു ഷവർ ക്യൂബിക്കിളുണ്ട്.
ഇത് വോക്കിൻ ഷവറാണ് ഇത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. 2 വാഷ് ബേസിന് ഈ റൂമിൽ തന്നെയുണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് അടുത്ത റൂം. അടുത്ത റൂം കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ഹൂവർ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണങ്ങാനിടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇവിടെ. പിന്നെ ഇവിടെയും ഒരു കബോർഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലാങ്കറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം. ഇത് 2 ബെഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 ക്യൂൻ ബെഡാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ പുറത്തേക്ക് നല്ല കാഴ്ചകൾ കാണും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഞങ്ങൾ ഹെലി ഉള്ളത് കൊണ്ട് ഈ ബെഡും കൂടി നീക്കിയിട്ടതായിരുന്നു അവൾ വീഴാതിരിക്കാനായിട്ട്. പിന്നെ അത് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഇങ്ങനെയാണ്. അടിപൊളിയാണ്. നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത് ചെറിയ ടോയ്ലറ്റാണ്. മറ്റേതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ടോയ്ലറ്റ്. പിന്നെ ഇത് ബാത്ത് ടബ് കം ഷവറാണത്. അപ്പോൾ ഇത് ഞങ്ങൾ പോകാനുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പകലില്ലേ ഇതിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള കാഴ്ച എങ്ങനെയാണ്? കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.